നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സുന്നത്ത് നമ്മളെ ഹയാത്താക്കി. പരിശുദ്ധ റമദാൻ കഴിയുന്നത് വരെ ഈ ആവേശം നിന്നൂടാ, തീർന്നൂടാ, കുറഞ്ഞൂടാ. അതിങ്ങനെ കൂടിക്കൂടി പോണം. അത് കൂടുമ്പോഴാണ് നമ്മൾ ചെയ്ത ഇബാദത്തുകൾ കബൂലാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളം നമുക്ക് കിട്ടുക. അഥവാ ദിവസങ്ങൾ പോകും തോറും നമ്മളിങ്ങനെ താഴോട്ട് പോയാൽ, നമ്മൾ കൂടുതൽ മടി കാണിച്ചാൽ, അതിനർത്ഥം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല എന്നാണ്. അള്ളാഹു പോരായ്മയെല്ലാം പരിഹരിച്ച് കബൂലാക്കട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, പരിശുദ്ധ റമദാനിൽ മുസ്ലിമീങ്ങൾക്ക് 2 ജിഹാദുകളാണ്. റമദാനിൽ 2 ജിഹാദുകൾ പൂർത്തിയാക്കാനുണ്ട്. അതിലൊന്ന് ജിഹാദും ബിന്നഹാർ ബിസ്സൗം, നോമ്പെടുത്തിട്ട് പകലിൽ ഉള്ള ജിഹാദ്. ചെറിയ സംഗതിയല്ല നോമ്പ്. അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവശതയുണ്ടാവും, ബലഹീനമാകും. പക്ഷെ എന്നാലും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഉള്ളും പുറവും സൂക്ഷിക്കും. അതാ ശ്രദ്ധിക്കണ്ട കേട്ടോ. തിന്നാണ്ടിക്കലല്ല, കുടിക്കാണ്ടിക്കലല്ല, ഉള്ളും പുറവും ശ്രദ്ധിച്ചു കൊണ്ടുള്ള നോമ്പ്. കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അങ്ങനെ നോമ്പെടുക്കലാണ് ജിഹാദ്. അല്ലാണ്ട് ഈസിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കടുപ്പപ്പെട്ട ഒരു വാക്കുണ്ട്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി. കള്ളത്തരം പറയലോ, കള്ളത്തരം കാണിക്കലോ, കള്ളസത്യം ചെയ്യലോ, ഈ പരിപാടികൾ നോമ്പെടുത്തിട്ട് ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യമില്ല ഫി അയ്യദഅ തആമഹു വശറാബഹു, ആ അടിമ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നത് കൊണ്ട് വെറുതെ ആയിപ്പോവും. ഉള്ള കഷ്ടപ്പാട് മുഴുവനും വെറുതെ ആയിപ്പോവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആവരുത്. ആവാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനി ഇത് റമദാൻ കിട്ടോ ഇല്ലെന്ന് അറിയില്ല. ഇത് കിട്ടി അൽഹംദുലില്ലാ. ഒരു സുവർണാവസരം കൂടി അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യം കൊണ്ട് എന്നുള്ള പിടിക്ക്. എനിക്ക് ഇനിയും കുറെ ഉണ്ടാക്കാനുണ്ട്. അത്രേ ഞാൻ വിചാരിച്ചത്ര ദറജകളൊന്നും നീ എത്തിയിട്ടില്ല, നന്മകളൊന്നും അത്രയും ആയില്ല. ഒരവസരം കൂടി തരാം, നീ ചെയ്യോ നോക്ക്. അള്ളാഹു അങ്ങനെ തന്നതാണ്, ഉപയോഗിച്ചോളി. രണ്ടാമത്തെ ജിഹാദ് ജിഹാദും ബില്ലൈലി ബിഖിയാമിൽ ലൈൽ, നിന്ന് നിസ്കരിച്ചു കൊണ്ടുള്ള ജിഹാദാണ്. അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇത്രയും സമയം നിന്നില്ലേ, ഇതൊരു നൃത്തമല്ല. ശരിക്കും പറഞ്ഞാൽ സലഫുകളുടെ നൃത്തം പരിശോധിച്ചാൽ നമ്മൾ ഈ നിന്നത് അതിന്റെ 7 അയലത്തെത്തിയില്ല. നമുക്ക് തോന്നുന്നുണ്ടോ, കുറേ നേരം നിന്ന് പോയി. മുഅ്മിൻ നിൽക്കണ്ട പോലെ നിന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യണമെന്ന് റബ്ബ് കൽപ്പിച്ച ഒരു സംഗതിയല്ല നമ്മളിപ്പോ ചെയ്തത്. അൽഹംദുലില്ലാ, സുന്നത്തായ കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വരാണ്ടിരുന്നു, ആരും നിർബന്ധിക്കൂല. പോടാ പോയി നിസ്കരിക്കട, ആരും കൽപ്പിക്കൂല. കാരണം അള്ളാഹു നിർബന്ധാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ നിർബന്ധമാക്കുക? പക്ഷെ അള്ളാഹുവിന്റെ അടിമ നിർബന്ധമല്ലാഞ്ഞിട്ട് പോലും വന്ന് നിന്നു. അത് ഓന്റെ ആഗ്രഹം കൊണ്ടാണ്. അത് അള്ളാഹു കാണാതിരിക്കൂല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവന്റെ കൂലി അള്ളാഹു വേണ്ടാന്ന് വെക്കൂല. അള്ളാഹു കൂലി മുഴുവനും ആക്കി തരട്ടെ. കാലുവേദന എടുക്കും, നടുവേദന എടുക്കും, അതിന്റെ പേരാണ് ജിഹാദ്. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധക്കളത്ത് പോയിട്ട് കസേര സോഫ കാലും കയറ്റി വെച്ചിരുന്നിട്ട് അസ്സലാമു അലൈക്കും പറയല്ലല്ലോ യുദ്ധം. വാളെടുക്കണം, തോക്കെടുക്കണം, പിരിങ്കി എടുക്കണം. അപ്പൊ അവിടുന്ന് ശത്രുക്കൾ വരും, ബാക്കിൽ നിന്ന് വരും, അത് തടയണം, ആ ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. ഒരു 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 ബുദ്ധിമുട്ടുള്ള കേസാണ് ജിഹാദ്. അതേപോലെയാണ് റമദാനിന്റെ രാത്രിയിലുള്ള ഈ നിസ്കാരം. ഇതിനിങ്ങനെ കൂടി പോകണം. അങ്ങനെ കൂട്ടാൻ ആഫിയത്തിന് അള്ളാഹിനോട് ചോദിച്ചോണ്ടിരിക്കണം. അള്ളാഹു അവസാനത്തെ 10 ആകുമ്പോഴേക്കും എനിക്ക് ഇത്ര നിന്നാ പോരാ, ഇനിയും ഒരുപാട് നിൽക്കാനുള്ള ആഫിയത്തും തൗഫീക്കും താന്നുള്ളത് അള്ളാഹിനോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നിന്നതിനെ കൊണ്ട് നമ്മളെ എത്ര പാപങ്ങൾ മാപ്പായിട്ടുണ്ടാവും, നമുക്ക് എത്ര ദറജകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ കാണിച്ചിട്ട് അള്ളാഹു മലായിക്കത്തിനോട് പറഞ്ഞിട്ടുണ്ടാവൂലേ, ഉൻദുറു ഇബാദി, എന്റെ അടിമകളെ നോക്ക്. നിങ്ങൾ എന്താ പറഞ്ഞത്? കുഴപ്പമുണ്ടാക്കും, രക്തച്ചൊരിച്ചിലുണ്ടാക്കും, തോന്നിവാസികളാണ്, എന്തിനാ വെറുതെ ഏറ്റുങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നോക്കിപ്പോ ഈ പാവങ്ങള് രാത്രി വന്ന് ഇമാമിന്റെ ബാക്കിൽ ഇമാം ഓതുന്നത് ചിലപ്പോ ഒന്നും മനസ്സിലാകുന്നുണ്ടാവില്ല.
അർത്ഥം ഒന്നും തിരിയുന്നുണ്ടാവില്ല, ഒരു പിടുത്തവും കിട്ടുന്നുണ്ടാവില്ല. എന്നാലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ക്ഷമിച്ച് നിന്നത് മലക്കുകളെ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരും അവർക്ക് ദുനിയാവിൽ ഒന്നും കൊടുക്കുന്നില്ല. ഈ രാത്രി വന്ന് നിന്നതിനെ കൊണ്ട്, ഇത്രയും ഓതി നിസ്കരിച്ചതിനെ കൊണ്ട് അവർ എൻ്റെ അടുത്ത് നിന്നാ പ്രതീക്ഷിക്കുന്നത്. മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണ്, ഞാൻ അവർക്ക് കൊടുക്കും എന്നേ അള്ളാഹു പറയുള്ളൂ. അങ്ങനെ ചോദിച്ച് ചോദിച്ച് പ്രിയപ്പെട്ടവരെ വാങ്ങണം പരിശുദ്ധമായ റമദാനിൽ. നമ്മൾ ആരും പരിശുദ്ധാത്മാക്കളല്ല, മഅസൂമുകളല്ല, തെറ്റ് വന്നേക്കാവുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന, റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ഇപ്പൊ നമ്മൾ നിസ്കരിച്ച പോലെ. ഇപ്പൊ ഈ കൊടുക്കുന്ന ഇത് പായസ അല്ല കട്ടചായ, ഈ പായസം കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വന്നിനോ? ഇല്ല, ഇപ്പൊ അത് പുരക്കുന്നുണ്ടാക്കിയിട്ട് കുടിക്കാം. ഒരു പ്രതീക്ഷ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നില്ല, എന്നിട്ടും വന്നു. ഈമാനൻ, എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തണം, അവന്റെ പൊരുത്തനക്ക് കിട്ടണം, ഓന്റെ സ്വർഗത്തിൽ ഒരടങ്ക് കിട്ടണം, അതന്നെ ഈമാൻ. വഹ്തിസാബൻ, റമദാനിൽ അങ്ങനെ ചെയ്താൽ ഇന്ന കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരുത്തൻ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഉലമാക്കൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചെറുതും പൊറുക്കപ്പെടും വലുതും പൊറുക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഔദാര്യവാനാണ്, ഗഫൂറാണ്, റഹീമാണ്. എത്ര വല്ല ഗുരുത്തം കെട്ടവനാണെങ്കിലും തോന്നിവാസം ചെയ്ത് വൃത്തികേട് കാണിച്ചിട്ട് അവന്റെ ഖൽബ് കറുത്തിരുണ്ടതാണ്, അവന് വരെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇൻ അതാനി യംശി, അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു വന്നാൽ, നോമ്പായി മനസ്സിൽ നിന്ന് കുത്താൻ തുടങ്ങി, അല്ലാ ഇതുവരെ പള്ളി കയറിയില്ല, ഫർദ് നിസ്കരിക്കാൻ പോലും ഞാൻ പോക്കില്ല, പക്ഷെ റമദാനായി, നിന്റെ ഔദാര്യവും നിന്റെ കരുണയും നിന്റെ വിട്ടുവീഴ്ചയും ഒക്കെ ഇങ്ങനെ കുറെ പ്രസംഗത്തിനും ക്ലാസ്സിലൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കത് ആവശ്യമാണ്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ കുത്തനോടെ വന്നു. വല്ലാഹി സുമ്മ വല്ലാഹി, അള്ളാഹു പറഞ്ഞു, അതൈതുഹു ഹർവല, ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് സ്വീകരിക്കും. അള്ളാഹ്ക്ക് അത്ര ആവശ്യം അടിമകളെ. പോടാന്ന് പറയും, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ദുൽമ് ഞാൻ എൻ്റെ നഫ്സിനെ ഹറാമാക്കിയ സംഗതിയാണ്. ഒരു അടിമ വന്നാൽ പോടാന്ന് ഞാൻ പറയയില്ല. ആ അവസരം പ്രിയപ്പെട്ടവരെ മുതലെടുത്തോളി, ഉപയോഗപ്പെടുത്തിക്കോളി. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളും സ്ത്രീകളും. കുറേ യുവാക്കളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഡബിൾ കൂലിയുണ്ട്, ഒരു സംശയവും വേണ്ട. സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും ഡബിൾ കൂലി യുവാക്കൾക്കുണ്ട്. എന്തുകൊണ്ടറിയോ? യുവത്വത്തിനെ ഇസ്ലാം അങ്ങനെ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെയാ വരികയെന്നറിയോ? ഹുഫാതൻ ഖുറാതൻ ഉർലൻ, ചെരുപ്പില്ല, ഡ്രസ്സില്ല, മാർക്കം ചെയ്തിട്ടില്ല, ഉമ്മ പ്രസവിച്ചവനെ പോലെ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആൾക്കാരൊക്കെ അങ്ങനെ എല്ലാം തുറന്നിട്ട് വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് കാണൂലേ? റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് നോക്കുന്ന ദിവസമല്ല, അന്ന് മുഴുവൻ കണ്ണുകളും മുകളിലേക്കായിരിക്കും, അള്ളാന്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അന്ന് എല്ലാ കൽബുകളും പേടിയിലും വിറയലുമായിരിക്കും. ഇതുകൊണ്ടറിയോ, അവിടെ നിൽക്കുമ്പം ദുനിയാവ് ചെയ്തതെല്ലാം ഓർമ്മ വരും, ചെയ്തു പോയ കുറ്റങ്ങൾ മൊത്തം ഓർമ്മ വന്നിട്ട് പേടിയാവാൻ തുടങ്ങും. അങ്ങനത്തെ സമയമാണത് അള്ളാഹുവിന്റെ കോടതിയിൽ. പക്ഷെ ആ സമയത്തും അള്ളാഹു പ്രത്യേകം തണല് കൊടുത്ത് വിരിപ്പൊരുക്കി അനുഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. 7 പേരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് എടുത്തു പറഞ്ഞു, വശാബുൻ, ഒരു യുവാവ്, ചെറുപ്പക്കാരൻ. യുവാവ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാ? പ്രസവിച്ചത് മുതൽ 7 വയസ്സ് വരെ ഒരു പ്രായം, ശൈശവം, ഒരു നിയമങ്ങളുമില്ല, ബിന്താസ്. ഓടാം, ചാടാം, അടിക്കാം, പറിക്കാം, കടിക്കാം, കുത്താം, മുകളിൽ കയറാം, തേവുക, എന്തുവാക്കാം, ഉമ്മാനെ ചവിട്ടാം, ഉപ്പാനെ ചവിട്ടാം, ഉപ്പാനെ മൊന്തക്കടിക്കാം, വേറെ താടി പിടിച്ച് വലിക്കാം, ഒരു കുറ്റമില്ല. 7 വയസ്സ് വരെ നിസ്കാരമില്ല, നോമ്പില്ല, ഒരു പരിപാടിയില്ല, പറക്കേണ്ട സമയം. 7 തൊട്ട് 10 വരെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൺട്രോളിൽ നിൽക്കേണ്ട സമയം. പിന്നെ പോയാൻ കഴിയില്ല. പിന്നെ എവിടെ പോയാലും ഉപ്പ ഉണ്ടാവും ബേക്കിൽ.
പിന്നെ എന്ത് ചെയ്താലും ഉമ്മ നോക്കുന്നുണ്ടാവും നിരീക്ഷകരായിട്ട്. എന്തിനു ഉപ്പാന്റെ കടിഞ്ഞാൻ, ഉപ്പ അവിടെ പോണം, എന്തിനുള്ള പോകുന്നു, പോണ്ട, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, ആ പോണ്ട, ഭയങ്കര. ആ സമയത്ത് ഉപ്പ മക്കൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അത് ഉപ്പാന്റെ കരുണയാണ്. 10 വയസ്സ് വരെ ചെയ്യിപ്പിക്ക. ചെയ്തിട്ടില്ലെങ്കിലോ എങ്ങനെ അടിക്കാം? നല്ല അടി കൊടുക്കാം. നമ്മളെ മക്കളല്ലേ, സർക്കാരിന്റെ മക്കളാ, പോലീസിന്റെ മക്കളാ, നമ്മളെ മക്കളല്ലേ, നമുക്ക് അള്ളാഹു തന്നല്ലേ. ചെയ്തിട്ടില്ലെങ്കിൽ 10 വയസ്സ് വരെ നല്ല അടി. അടി കൊടുക്കാത്തതിന്റെ ദോഷം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാർത്തകൾ അറിയോ? പനിയുമ്മാനെയും കൊല്ലുക, ഉമ്മാനെ കൊല്ലുക. ഉമ്മാനെ കൊന്നിട്ടവൻ പറയാ, എന്നെ ഈ ദുനിയാവിലേക്ക് പ്രസവിച്ചിട്ടതിന്റെ ദേഷ്യം ഞാൻ തീർത്തതാണ്. പാവ ഉമ്മാനെ കൊന്നിട്ട്. ഇപ്പൊ ഇതാ തിരുവനന്തപുരത്ത് ഒരുത്തൻ 5 ആൾക്കാരെയാ കൊന്നത്. നിരപരാധികൾ, ഒന്നും അറിയാത്തവരെ. എന്തിനാ ഇവൻ നമ്മളെ കൊന്നതെന്ന് പോലും അവൻ അറിയുന്നില്ല. അടിയുടെ കുറവ്. 10 വയസ്സ് വരെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൺട്രോളിനെ അടിച്ചിട്ട് വെക്കണം. 10 തൊട്ട് 14 വരെ, 10 തൊട്ട് 14 വരെ കൗമാരം. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട പ്രായം. കൂട്ടുകെട്ട്, ആരാ ചങ്ങാതി, ആരെ കൂടെയാ കൂടുന്നു, എവിടെയാ പോകുന്നത്, എപ്പാ എണീക്കുന്നു, എപ്പാ വീട്ടിൽ കയറുന്നു, എപ്പോഴാ വീട്ടിൽ നിന്ന് പോകുന്നു, എവിടെയാ പോകുന്നത്, അങ്ങനെ നിരീക്ഷിക്കേണ്ട പ്രായം 14 തൊട്ട് പിന്നങ്ങോട്ട് 40 വയസ്സ് വരെ യുവാവാണ്, ഷാബാണ്. 40 കഴിഞ്ഞാൽ ഈ ചാൻസ് നഷ്ടപ്പെട്ടു. ഷാബുൻ എന്ന് പറഞ്ഞ പേര് 40 കഴിയലോടെ ഖലാസ്. 40 വരെ ഷാബുൻ അള്ളാന്റെ ഇബാദത്തിനായി വളർന്നു വന്ന യുവാക്കൾ. ഈ പിള്ളേരൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കുറെ കുട്ടികളുണ്ട് അൽഹംദുലില്ലാ, പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കഴിയുന്ന ചെറുപ്പക്കാർ. അള്ളാഹു അവരെയും അവരുടെ മാതാപിതാക്കളെയും കബൂലാക്കട്ടെ. അവർക്ക് അർശിന്റെ തണലുണ്ട്. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ ഇനി അവർക്ക് വീട്ടിൽ പണി തുടങ്ങാൻ പോവാണ്. നോമ്പുറക്കുന്നതാക്കണം, അതാക്കണം, ആക്കാണ്ടിക്കൊന്നും വേണ്ട. നോമ്പിന് ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല നോമ്പ്, ആക്കിക്കോളി, നല്ല ഭക്ഷണം ആക്കിക്കോളി. പെണ്ണുങ്ങൾ ഭക്ഷണം ആക്കുമ്പോഴും അവർക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. അത് ഖിദ്മത്താണ്, ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനിടയിലും ഇബാദത്തിന്റെ സമയം അവർ കണ്ടെത്തിയാൽ മതി. പെണ്ണുങ്ങൾക്ക് സ്വർഗത്ത് പോക്ക് വളരെ ഈസിയാണ്. രാവിലെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എന്നാലും അവർ രാത്രി പള്ളിയിലേക്കുള്ള സൗകര്യം പരിഗണിച്ച് വരും. അവർ നിന്ന് നിസ്കരിക്കും. മടിക്കേരിയിലെ പെണ്ണുങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരോ ഈ ചെയ്യുന്നുണ്ട്. അവസാനത്തെ 10 അവർ ഇത്തികാഫിനും ഉണ്ടാവാറുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും പള്ളിയിൽ പോയി ഇത്തികാഫിരുന്ന് അവിടുത്തെ ഇബാദാത്തുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് 1ാമത്തെ രാത്രി. ഇന്ന് തൊട്ട് തുടങ്ങുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു ചില അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും പരിശുദ്ധ റമദാനിൽ. വദാലിക ഫീ കുല്ലി ലൈല, അത് റമദാനിന്റെ എല്ലാ രാത്രിയിലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയും നരകത്തിന്റെ ലിസ്റ്റിൽ പേരുള്ള ചില ആളുകളുടെ പേര് അല്ലാഹു വെട്ടിമാറ്റും. അല്ലെ ഞാൻ പെടുവോ നിങ്ങൾ പെടുവോ അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി, ഇനി അങ്ങോട്ടുള്ള 29 രാത്രികൾ ഇത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. വദാലിക കുല്ല ലൈല, ഈ ഒരു ചാൻസ് എല്ലാ രാത്രിയിലുണ്ട്. നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുന്ന ചില ആളുകൾ. അള്ളാഹുവേ, നീ അതിൽ പെടുത്തിത്താ അല്ലാ, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എൻ്റെ പേരാക്കിത്താ അല്ലാ. ഈ തേട്ടം ഇനി അങ്ങോട്ടുണ്ടാവണം. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റമദാൻ ഷരീഫിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇങ്ങനെ വന്നപ്പം അതിൻ്റെ ഇടയിൽ അള്ളാഹു ഇടക്ക് കയറ്റി പറഞ്ഞൊരായത്തുണ്ട്. ഏതെന്നറിയോ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ നുഖർ വഅല അല്ലദീന യതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അടുത്ത ആയത്ത് എന്താ? وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്തിനാ അതിൻ്റെ ഇടയിൽ അള്ളാഹു ഇത് കയറ്റിയത്? റമദാൻ എന്ന് പറഞ്ഞാൽ ദുആന്റെ മാസമാണെന്ന് പഠിപ്പിച്ചതാണ്. എന്ത് വേണമോ ചോദിച്ചു വാങ്ങിക്കൊള്ളും. ചോദിക്കുന്നതിൽ ഏറ്റവും ടോപ്പ് ദീനാണ്. അള്ളാഹുവേ, നീ എന്നെ ദീനിനോട് താല്പര്യമുള്ളവനാക്കണം, എന്നെ നീ ദീനിയാക്കണം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് റക്അത്തിൽ ഓതി അവസാനിപ്പിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ.
റബ്ബന ജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹ്, ഇബ്രാഹിം നബിയാ പറയുന്നത്. ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ട് മോൻ ഇസ്മായിലിന് വേണ്ടിയിട്ടാ പറയുന്നത്. തൗഹീദിന്റെ വാപ്പയാ പറയുന്നത്. അള്ളാഹുവേ, നമ്മളെ രണ്ടാളെയും മുസ്ലിമീങ്ങളാക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ നിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അങ്ങനെ ദുആയിലൂടെ ഖിയാമുൽ ലൈൽ, തറാവീഹ്, നല്ല നോമ്പ്, നല്ല സദഖ, നല്ലത് നല്ലത് നല്ലത്, അങ്ങനെ ദിവസം കഴിയും തോറും കൂടി കൂടി പോവണം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഇങ്ങനെ ഇമാമായി നിൽക്കുമ്പം കുറേ ഓതി നിങ്ങൾക്കിത് പ്രയാസാവുന്നുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നല്ലപ്പാ. അല്ല, ഉണ്ടെങ്കിൽ ഓത്ത് കുറക്കേണ്ടി വരും. അത് ഇമാമിന്റെ ബാധ്യതയാണ്. അല്ല മഅ്മൂമിങ്ങൾ ഓക്കെയാണ്, എന്നാ പിന്നെ ഇമാമിന് ധൈര്യമായി എത്രയും ഓതാം, എത്രയും കൂട്ടാം. നമുക്ക് കൂട്ടണം. ഇപ്പോഴല്ലേ നമ്മൾ നിൽക്കുള്ളൂ. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ആരാ നിസ്കരിക്കാൻ പോകുന്നു? ഉള്ള സമയത്ത്. ഇനി അഥവാ നല്ല കാലുവേദന വന്നു, നല്ലോണം നടുവേദന എടുത്തു, എന്താക്കും? ഇരുന്നോളിൻ, ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് ഇരിക്കും പോലെ, വിശ്രമിച്ചിരിക്കുന്ന പോലെ. ഇതാണ് നിസ്കാരത്തിലുള്ള ശരിക്കുള്ള ഇരുത്തം. ഇരുന്ന് നിസ്കരിക്കുന്നവർ. പിന്നെ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ഇരുന്നോളിൻ. ഇത് കുറച്ച് റാഹത്ത് തോന്നി, നേരെ എണീച്ചോളിൻ. ഒന്നും നിസ്കാരം ബാത്തിലാവുന്ന കാര്യമല്ല. അതൊക്കെ അള്ളാഹ്ക്കൊരു ഇഷ്ടമാണ്. അങ്ങനെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും എൻ്റെ അടിമ എന്നെ തൃപ്തിപ്പെടുത്താനല്ലേ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു രസമാണത്. അടിമകൾ അള്ളാഹിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പം അള്ളാഹുവിനൊരു സുഖാണ്. ചിലപ്പോൾ എന്തെയ്യുന്നറിയോ? കുറച്ചും കൂടി വരട്ടെ, കുറച്ചും കൂടി വരട്ടെ, അവൻ കുറച്ചും കൂടി കരയട്ട്, അവന് കുറച്ചും കൂടി വേദന എടുക്കട്ടെ, കാത്തു കാത്തു നിൽക്കും. ലാസ്റ്റ് തൃപ്തിയാകുമ്പം എല്ലാം കൂടി വാരിക്കോരി അങ്ങ് തരും. കിട്ടിയാൽ മതി. എത്ര കാത്തു നിർത്തിച്ചാലും കിട്ടിയാൽ മതി. അള്ളാഹു നസീബാക്കി തരട്ടെ. അമലുകളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഇഖ്ലാസോടെ, റിയാ ഇല്ലാതെ, ഉജുബില്ലാതെ, അള്ളാഹിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ചെയ്യാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.